സുഹൃത്തുക്കളെ നമസ്കാരം. ഇത് ഇടുക്കിക്കാരൻ ബിജു. അതായത് ഇപ്പം ഫയർ ഇൻസിഡൻറ്റ് കൊച്ചിയിൽ എല്ലാവരും നിങ്ങൾ അറിഞ്ഞു കാണും. കാരണം വലിയ തീപിടുത്തമാണെന്ന് ഞാൻ കേട്ടെ. അതായത് അറിഞ്ഞിടത്തോളം ഇപ്പം ടി വിയിൽ ന്യൂസ് കേട്ടിടത്തോളം നമുക്ക് മനസ്സിലായത്, അതായത് ഈ സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജുകളും ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് വിൽക്കുന്ന കടയ്ക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. തീ പിടിച്ചു. നാട്ടുകാർ ഇത് കണ്ടതിന് ശേഷമാണ് അവർ ഫയർ ആൻഡ് സേഫ്റ്റി ടീമിനെ ഇൻഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നാമത് ക്രൗഡഡ് ഏരിയ, അതായത് ഇതിനോട് അടുത്ത് തന്നെ റെസിഡൻഷ്യൽ ഏരിയകളും ഒക്കെ ഉണ്ട്, ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ഇങ്ങനെയുള്ള കടകൾ നമ്മൾ പെർമിഷൻ കൊടുക്കുമ്പോൾ, കാരണം അതിനുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ഡിവൈസസ് എന്തൊക്കെയുണ്ട്, ഫയർ അലാം സിസ്റ്റം, അങ്ങനെ എന്തൊക്കെ അവിടെ ഡിവൈസസ് ഉണ്ട്, ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്, അങ്ങനെ സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അത് ഗവൺമെൻറ് ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതിന് പെർമിഷൻ കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഇത് ഔട്ട് ഓഫ് സിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ ക്രൗഡഡ് ഏരിയ ആകാൻ പാടില്ല. ഇതിപ്പം സെക്കൻഡ് ഹാൻഡ് ആയതുകൊണ്ട് ചിലപ്പോൾ അവർ എന്താ ചെയ്യുക, ഫ്രിഡ്ജും കാര്യങ്ങളും ഒക്കെ കംപ്രസർ ഫെയിലറൊക്കെ ഉള്ളത്, ചിലപ്പോൾ ഗ്യാസൊക്കെ നിറച്ചിട്ട് അവർ ചാർജ് ചെയ്തിട്ട് ടി വി കണക്ട് ചെയ്തിട്ട് പോകുന്ന സംവിധാനമുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നീട് ആളില്ലാന്നുണ്ട് അതിൽ പൊട്ടിത്തെറിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ടോട്ടൽ സിസ്റ്റം നമ്മൾ പറയുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വരുമ്പോൾ മാത്രം അലേർട്ടാകുന്നൊരു സിസ്റ്റമാണ് നമ്മുടെ. അല്ലാതെ ഒരു അഡീക്വേറ്റായിട്ട് ഒരു മെഷേഴ്സും എടുക്കാത്ത ഒരു നമ്മുടെ ഇന്ത്യ പ്രത്യേകിച്ച്. വിദേശങ്ങളിലൊക്കെ വളരെ ആക്ടിവേറ്റാണ് ഇതൊക്കെ കാര്യങ്ങൾ. കാരണം ഇത് അഡീക്വേറ്റായിട്ട് ചെക്കിങ്, റെഗുലർ ബേസിസിൽ, പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റി ടീമിൻ്റെ ഇൻസ്പെക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒത്തിരി മാറ്റങ്ങൾ വരും. പിന്നെ ഇങ്ങനെയുള്ള പഴയ തിങ്സുകൾ വിൽക്കുന്ന കടകൾ ഒരു പരിധി കഴിഞ്ഞ് കൂടുതൽ സ്റ്റോക്കുകൾ വയ്ക്കാതിരിക്കുക, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ചെക്കിങ്ങിലൂടെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പം ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാ ഗവൺമെൻറ് ചെയ്യുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലായിടത്തും ഓടി നടന്നൊരു ചെക്കിങ് ഉണ്ടാകും, കുറേ പേർക്ക് നോട്ടീസ് കൊടുക്കും. പിന്നെ അതോടെ പിന്നെ ഒരു 1 month ആഫ്റ്റർ 1 month ഈ സംഭവങ്ങളെല്ലാം കഴിയും. പിന്നെയും പഴയപടി. ഇതിനൊരു മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, കാരണം ഇതിനായിട്ട് കറക്റ്റായിട്ടുള്ള മെഷേഴ്സ്, കാരണം ഫയർ ആൻഡ് സേഫ്റ്റി നോംസിൽ തന്നെ NBC റൂളിൽ തന്നെ ഇത് പറയുന്നുണ്ട്, കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. കാരണം എന്തൊക്കെ ആണ് ഒരു ഷോപ്പ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെങ്കിൽ അതിന് എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ എടുക്കണം, എന്തൊക്കെ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ആണ് അവിടെ വേണ്ടത്, ഫയർ അലാം സിസ്റ്റം വേണം, ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം വേണം, ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇത് ഫോളോ ചെയ്യുന്ന എത്ര പേരുണ്ട്, അതാണ് നമുക്ക് അറിയേണ്ട കാര്യം. ഇപ്പോൾ ഇന്നത്തെ ഇൻസിഡൻറ്റ് കൊണ്ട്, കാരണം നമ്മളിപ്പം പുക പുറത്തേക്ക് വരുമ്പോൾ CO2 ആയിട്ടാണല്ലോ. അപ്പോൾ അത് ശ്വസിക്കുന്നത് മൂലം, കാരണം ബ്രോങ്കൈറ്റിസ് അങ്ങനെയുള്ള ശ്വാസകോശ പരമായ അസുഖങ്ങളുള്ളവരൊക്കെ പെട്ടെന്ന് തീർന്നു പോകും. കാരണം ഇങ്ങനെയുള്ള ഇത് ശ്വാസം വലിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ പിന്നെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പക്ഷേ ഇതിപ്പോൾ ഇന്നോ നാളെയോ കൊണ്ട് തീരുന്ന ഒരു പ്രോബ്ലംസ് അല്ല ഇത്. അതായത് ഇത് കറക്റ്റായിട്ടുള്ള മെഷേഴ്സ്, കറക്റ്റായിട്ടുള്ള പ്രോട്ടോകോൾസ്, ഇത് ഗവൺമെൻറ്റിനെ പോലെ തന്നെ നമ്മൾ പബ്ലിക്കും അലേർട്ടാവണം. കാരണം നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോകുമ്പോൾ അതിനുള്ള മെഷേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഷോപ്പ് ഇത് നടത്താൻ പറ്റുമോ, അല്ലെങ്കിൽ നടത്തുന്നത് അംഗീകൃതമാണോ എന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരും. ഇതിപ്പം നമ്മൾ കൊച്ചിയിൽ അമരാവതിയിൽ നടന്ന ഇൻസിഡൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, കാരണം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ TV ന്യൂസ് 18 ഇങ്ങനെയുള്ള ചാനലുകളിൽ വരുന്ന ഇൻഫർമേഷൻസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അത് ഇനി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. ഇങ്ങനെ എല്ലാ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നു കഴിഞ്ഞ് കുറേ ദിവസങ്ങളെടുക്കും ഈ കാര്യം എന്താണെന്ന് അറിയാനായിട്ട്. അപ്പം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ. കാരണം നമ്മുടെ വീടാണെങ്കിലും നമ്മുടെ സേഫ്റ്റി, അതോടുകൂടി തന്നെ നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്നവരുടെ സേഫ്റ്റി നമ്മുടെ കൈകളിലാണ്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വളരെ റിലവൻ്റായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകൾ ഉണ്ടാകാതെ നോക്കാൻ പറ്റും.
പിന്നെ ഹൗസിൻ്റെയാണ് വയറിങ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് എക്യുപ്മെൻ്റ് ആണെങ്കിലും ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ISI മാർക്കുള്ളതാണെങ്കിൽ പിന്നെ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കമ്പനിയുടെ വാങ്ങുകയാണെങ്കിൽ ഒത്തിരി വ്യത്യാസങ്ങളും ഉണ്ടാവും. ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ പിന്നെ വേറൊരു കാര്യം, നമ്മളൊരു ഇങ്ങനെ ഫ്രിഡ്ജ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, AC ഇങ്ങനെയുള്ള പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ടല്ലോ, കംപ്രസ്ഡ് ഗ്യാസ് യൂസ് ചെയ്യുന്ന സാധനങ്ങളും ഒക്കെ നമ്മൾ പിന്നെ ഒരു ടൈം, അതായത് അതിൻ്റെ ഒരു വാലിഡിറ്റി ഉണ്ടല്ലോ, അത് കഴിഞ്ഞതിന് ശേഷം റിപ്പയർ ചെയ്ത് ഒരു കാരണവശാലും യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ സെക്കൻഡ് ഹാൻഡ് മേടിക്കാൻ പാടില്ല. ഇതൊക്കെ ബാൻ ചെയ്യേണ്ടതാണ് ശരിക്കും പറയാം. നമ്മളിപ്പോൾ തന്നെ വെഹിക്കിൾ പോളിസി തന്നെ പുതിയ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂൾ വന്നില്ലേ, അതായത് 15 വർഷം കഴിഞ്ഞിരുന്നാൽ വെഹിക്കിൾ കണ്ടം ചെയ്യണം എന്ന് പറഞ്ഞ പോലെ ഇലക്ട്രോണിക്സും നമ്മൾ അതിനൊരു ടൈം ഉണ്ടാക്കണം. ചിലപ്പം 5 ഇയർ ആയിരിക്കും, 10 ഇയർ. അതിന് ശേഷം ഇത് ഒരിക്കലും യൂസ് ആകാൻ പാടില്ല. അത് നമ്മൾ കണ്ടം ചെയ്യുന്ന രീതിയിലേക്ക് വരണം. താങ്ക് യു ഗൈസ്.